നമസ്കാരം. റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നിപ്പോൾ ഒരു സിനിമ കൂടി റിലീസായിരിക്കുന്നു, പൊന്മാൻ. സിനിമ ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ കലാരൂപമാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും സിനിമ സ്വാധീനിക്കാറുണ്ട്. പക്ഷേ റിവ്യൂ പറയുമ്പോൾ ഇത് ഒരു കൂട്ടം കലാകാരന്മാരുടെ നീണ്ട കാലത്തെ തപസ്സാണ്, ത്യാഗമാണ്, കഠിനാധ്വാനമാണ്, ഇതൊരു വലിയ എന്നൊന്നും ഓർക്കാതെ അതിനെ തകർത്ത് കളയുന്ന രീതിയിലുള്ള റിവ്യൂ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. മുൻപൊക്കെ സിനിമകൾ അങ്ങനെ ആയിരുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരുന്നു, അതേതൊരു കലാരൂപത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ പറഞ്ഞും കേട്ടും അറിഞ്ഞുമൊക്കെ ആയിരുന്നു സിനിമകൾ വിജയത്തിലേക്ക് എത്തുന്നത്. ജനങ്ങളുടെ ഇഷ്ടത്തെ മാനിക്കാതെ കോടികൾ പൊടിക്കുന്ന ചില സിനിമകളുണ്ട്. അതിനെ ഓർക്കാതെയല്ല ഇത് പറയുന്നത്. എന്നിരുന്നാലും ഇന്നൊരു കൊച്ചു സിനിമ റിലീസായിരിക്കുന്നു, പൊന്മാൻ. മുൻകാലത്ത് നമ്മളുടെ സാഹിത്യ കൃതികളിൽ നിന്നും പ്രശസ്തമായ നോവലുകളിൽ നിന്നൊക്കെ സിനിമ ഉണ്ടാകുമായിരുന്നു. ഒരു കാലത്തിന് ശേഷം അതൊക്കെ പോയി. പക്ഷേ ഇവിടെ പൊന്മാൻ GR ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാർ എന്നൊരു നോവലിൽ നിന്നുമാണ് പൊന്മാൻ എന്ന സിനിമ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ സംവിധായകൻ അടങ്ങുന്ന, പിന്നെ എടുത്തു പറയാവുന്ന പൊതുപ്രവർത്തകനായ ശ്രീ ഉല്ലാസ് കോവൂർ അടക്കമുള്ള 4-5 ചെറുപ്പക്കാരുടെ കൂട്ടായ്മയും അവരുടെ ഒരു കലാപ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയും അവരുടെ പച്ചയായ ജീവിതവുമൊക്കെയാണ് ഈ നോവലിൻ്റെയും അതിലൂടെ സിനിമയും പറഞ്ഞു വെക്കുന്ന കഥ. പൊന്മാൻ ഒരു കുഞ്ഞു സിനിമയാണ്. വെടിയും പടക്കവും പുകയും ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞു സിനിമ. കൊല്ലമാണ്. കൊല്ലം നാടിലെ ജനവിഭാഗത്തിൻ്റെ കടലോരം, കായലോരത്തൊക്കെയുള്ള ജനവിഭാഗത്തിൻ്റെ പച്ചയായ ജീവിതമാണ്. കൊല്ലത്ത് മറ്റെവിടെയുമില്ലാത്ത ഒരു സഹകരണ പ്രസ്ഥാനം നിലനിൽപ്പുണ്ട്. നമ്മളുടെ കല്യാണം, പാലുകാച്ച്, വീട് വയ്പ്, കല്യാണം, ഇതിനൊക്കെ പരസ്പരം അങ്ങോട്ട് സഹായിക്കുക, തിരിച്ചത് ഇങ്ങോട്ട് മേടിച്ചെടുക്കുക എന്നുള്ള വലിയ ഒരു സാമ്പത്തിക ഇടപാട് നടക്കുന്ന ഒരിടം കൂടിയാണ്. കല്യാണത്തിന് സ്വർണം കടം കൊടുത്തിട്ട് തലേ ദിവസത്തെ സൽക്കാരത്തിൻ്റെ അന്ന് വൈകുന്നേരം ഈ സ്വർണ്ണ കച്ചവടക്കാർ വന്നിട്ട് മേശ തുറന്ന് പണം എടുത്തുകൊണ്ട് പോവുകയും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഉണ്ടാകാവുന്ന വലിയ വിഷയങ്ങളൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനൊരു വലിയ വ്യവസ്ഥിതി കൊല്ലം ജില്ലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, കൊല്ലം ജില്ലയിൽ ഇങ്ങനെ സ്ത്രീധനം, സ്വർണം ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ദുരന്ത വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഉള്ള സാധാരണക്കാരായ മനുഷ്യരുടെ പച്ചയായ ജീവിതം വരച്ചിടുന്നു പൊന്മാൻ. വ്യവസ്ഥയൊക്കെ ഒരവസ്ഥ വരെയുള്ളൂ എന്നതാണ് തീം. അതിലൂന്നി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പച്ചയായ ജീവിതത്തിലൂടെ കടലോരത്തെ, കായലോരത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം പറയുന്ന കഥയാണ് പൊന്മാൻ. അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ നിന്ന് ഈ വെടിയും പടക്കവും ചോരച്ചാലുകളും ഇല്ലാത്ത, ആക്രോശങ്ങളില്ലാത്ത, കുട്ടികൾക്കും കുടുംബത്തിനും കണ്ടിരിക്കാവുന്ന മനോഹരമായൊരു സിനിമ എന്ന് തന്നെ പറയാം പൊന്മാൻ. പൊന്മാൻ്റെ തിരക്കഥ എഴുതിയതും GR ഇന്ദുഗോപനും കൂടെ ജസ്റ്റിൻ മാത്യുവുമാണ്. സംഭാഷണവും ഇന്ദുഗോപൻ്റെതാണ്. സംഭാഷണത്തിൻ്റെ ദീർഘമേറിയ സംഭാഷണങ്ങളില്ല, കുഞ്ഞു കുഞ്ഞു സംഭാഷണങ്ങൾ, പക്ഷേ നമ്മളുടെ ഹൃദയത്തിൽ ചെന്ന് തറയ്ക്കും വിധമാണ് ഇന്ദുഗോപൻ്റെ രചന. പൊന്മാൻ്റെ സംവിധായകനിലേക്ക് വന്നാൽ നമുക്ക് നേരത്തെ അറിയാം. കുമ്പളങ്ങി നൈറ്റ്സ് നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അതിലെ കഥയും കഥാപാത്രങ്ങൾക്കുമപ്പുറം കുമ്പളങ്ങി എന്ന് പറയുന്ന കൊച്ചിയിലെ മനോഹരമായ ഗ്രാമത്തിൻ്റെയും അവിടുത്തെ കായൽപ്പരപ്പുകളുടെയും കായലിൻ്റെയൊക്കെ മനോഹാരിത നമുക്ക് കാണാൻ തക്കുന്ന വിധത്തിൽ കലയൊരുക്കിയ ഒരു കലാസംവിധായകൻ. കുമ്പളങ്ങി നൈറ്റ്സ് കൂടാതെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, എന്താത്താൻ കേസുകൂട്, പത്തേമാരി, ഭ്രമയുഗം, കാർബൺ, ജോസഫ് തുടങ്ങിയ 50-ലേറെ സിനിമകൾ ചെയ്യുകയും അവാർഡുകളൊക്കെ വാങ്ങിക്കുകയും ചെയ്ത പ്രശസ്ത കലാസംവിധായകൻ ജ്യോതിർ ശങ്കറിൻ്റെ ആദ്യ സിനിമാ സംരംഭമാണ് പൊന്മാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, കലാസംവിധാന രംഗത്തുള്ള അനുഭവങ്ങൾ ഒക്കെ ഈ സിനിമയിൽ അദ്ദേഹം കോർത്തെടുക്കുന്നതിൽ, കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, കഥയെ അതിൻ്റെ നമ്മുടെ ശ്രദ്ധ ഒരു നിമിഷം പോലും പിറകോട്ട് പോകാതെ, മറ്റൊരു വഴിക്ക് പോകാതെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ മികവ് നമുക്ക് ഈ സിനിമ കണ്ടിരിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന സംഗതിയാണ്. നായകനായി ബേസിൽ ജോസഫ്,
നമ്മൾ മുൻപൊക്കെ ദിലീപിനെയും ജയറാമിനെ കുറിച്ചൊക്കെ പറയുമായിരുന്നു, നമ്മുടെ അടുത്ത വീട്ടിലെ പയ്യൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പയ്യൻ. അത്ര അടുപ്പം തോന്നിക്കുന്ന ഒരു അഭിനയ രീതിയാണല്ലോ ബേസിൽ ജോസഫിൻ്റേത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ സംവിധാനത്തെ മികവും നമുക്കറിയാം. അപ്പോൾ സിനിമാ സംവിധാനമായാലും അഭിനയത്തിലായാലും ബേസിൽ അതിനകത്തൊരു കാമ്പുണ്ടാവും. ബേസിലിൻ്റെ ഓരോ പ്രോജക്റ്റും വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചായിരിക്കും ബേസിൽ തിരഞ്ഞെടുക്കുക. ഇതിനകത്തും അത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതിലെ കഥാപാത്രം എനിക്ക് തോന്നുന്നു ബേസിലിൻ്റെ ഒരു വേറിട്ട കഥാപാത്രം എന്ന് തന്നെ പറയാം. ഒട്ടേറെ നൊമ്പരങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോഴും നർമ്മത്തിൽ സംസാരിക്കുകയും തത്വങ്ങൾ പറയുകയും അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലൂടെ ബേസിലിൻ്റെ ഒരു അഭിനയ മികവ് പുറത്തെടുക്കാൻ തക്ക വിധത്തിൽ ഉള്ള ഒരു കഥാപാത്രമായിരുന്നു പൊന്മാനിലേത്. അത് ബേസിലിനും ഒരു മുതൽക്കൂട്ടാവും എന്ന് തോന്നുന്നു. ചുരുക്കത്തിൽ ബേസിൽ ജോസഫ് എന്ന നായകനും ഈ സിനിമയിൽ തകർത്താടിയിരിക്കുന്നു. നായികയായി ലിജോ മോൾ. സാധാരണ നമ്മുടെ സിനിമാ നായിക സങ്കല്പം പാട്ട്, കുത്ത്, ഡാൻസ്, ബഹളം, ഇപ്പോഴത്തെ ന്യൂജൻ ഡയലോഗുകൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയുടെ നൊമ്പരങ്ങൾ, അതിൻ്റെ വിവാഹം, ജീവിതം, അതിലനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അതിൻ്റെ അങ്ങേയറ്റത്തെ തീവ്രതയോടെ നല്ല ഭാവത്തോടെ ലിജോ മോൾ അഭിനയിച്ചിരിക്കുന്നു. ലിജോ മോൾക്കും പൊന്മാനിലെ കഥാപാത്രം ശോഭനമായ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. വില്ലനായി നമുക്ക് യഥാർത്ഥത്തിൽ ആ നടൻ്റെ പേരറിയാത്ത, എന്നാൽ നമുക്ക് വളരെ അടുത്തറിയാവുന്നൊരു ആളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളെപ്പോഴും പലരും പറഞ്ഞു പോകുന്ന ഒരു പേരാണ് അംബാനെ എന്ന് വിളിക്കും നമ്മൾ. ഈ അംബാൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ സജിൻ ഗോപു എന്നുള്ള പേര് നമുക്ക് പലർക്കും അറിയില്ല. സജിൻ ഗോപുവിൻ്റെ അഭിനയം ഇതിൽ ഒരു തനി നാടൻ വില്ലൻ, നമ്മളുടെ അടിയൊഴുക്കുകളിലെ മമ്മൂട്ടിയെ പോലൊക്കെ തോന്നി. സജിൻ ഗോപുവിൻ്റെ ശബ്ദം, അതിൻ്റെ ഡയലോഗ് ഡെലിവറി, ഭാവതലമൊക്കെ സജിന് നല്ലൊരു വേഷമാണ് ഇതിൽ സംവിധായകൻ നീക്കി വച്ചിരുന്നത്. അത് വളരെ ഭംഗിയായി സജിൻ ചെയ്തിരിക്കുന്നു. സജിൻ നന്നായിട്ട് ഇതുവരെ ചെയ്തിട്ടുള്ള വേഷങ്ങളിൽ ഒരു വഴിത്തിരിവാകുന്ന വേഷമായി ഈ കഥയിലെ വില്ലൻ കഥാപാത്രം ശോഭിച്ചിരിക്കുന്നു. ഒട്ടേറെ പുതുമുഖ താരങ്ങൾ, റീൽ താരങ്ങൾ, വെബ് സീരീസ് താരങ്ങൾ, ഒട്ടേറെ പുതുമുഖ നടികൾ, അങ്ങനെ കുറേ പേർക്ക് സംവിധായകൻ ഈ ചിത്രത്തിൽ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും നന്നായി വേഷം ചെയ്തിരിക്കുന്നു. കാരണം ഇവരെയൊക്കെ കൂട്ടി ദിവസങ്ങളായി കൊല്ലത്ത് നടത്തിയ ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കഥാപാത്രങ്ങളെ സിനിമ ആവശ്യപ്പെടുന്ന, കഥ ആവശ്യപ്പെടുന്ന കഥാപാത്രങ്ങളായി ജീവിക്കുവാൻ തന്നെ, അല്ലെങ്കിൽ അതിലേക്ക് അവർക്ക് ഇഴുകിച്ചേരുവാൻ തക്ക വിധത്തിൽ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിരിക്കുന്നു. അതിൽ ശ്രീ ആനന്ദ് മന്മഥൻ അടക്കമുള്ള, അല്ലെങ്കിൽ ശ്രീ കടമ്പനാടൻ എന്ന് അറിയപ്പെടുന്ന പ്രസാദ് അടക്കമുള്ളവരുടെ കഴിവുകളെ പരമാവധി ഈ സിനിമയ്ക്ക് വേണ്ടി സംവിധായകൻ വിനിയോഗിച്ചിരിക്കുന്നു. സാനു ജോൺ വർഗീസ് ക്യാമറ, നമ്മുടെ കൊല്ലം, വാടി, മൺട്രോത്തുരുത്ത് ഇതിൻ്റെയൊക്കെ പ്രകൃതിയും, അതുപോലെ ക്യാമറ സാധാരണ ഇപ്പോഴത്തെ സിനിമകളിൽ നമുക്ക് വല്ലാണ്ട് തലവേദന ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഗിമ്മിക്കുകളൊന്നും കാണിക്കാതെ നമുക്ക് മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന വിധത്തിൽ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമാകുകയും കഥാപാത്രങ്ങളുടെ ചലനങ്ങളുമൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന വിധത്തിൽ പകർത്തിയിരിക്കുന്നു. ക്യാമറയും നല്ല രീതിയിൽ ഗംഭീരമായിരിക്കുന്നു. എഡിറ്റിംഗ് നിതിൻ രാജ്, കലാസംവിധായകൻ കൃപേഷ് അയ്യപ്പൻകുട്ടി, രണ്ടുപേരുടെയും ഒരു വലിയ കലാസംവിധായകൻ്റെ കൂടെയായിരുന്നു കൃപേഷിൻ്റെ ജോലി എന്നതുകൊണ്ട് തന്നെ അതിമനോഹരമായി അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങളിൽ ഭംഗിയായി നടത്തിയിരിക്കുന്നു. എഡിറ്റിങ്ങിലും വളരെ മികവാർന്ന് നിൽക്കുന്നു ഈ സിനിമ. പിന്നെ സംഗീതം നൽകിയിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസാണ്. പാട്ടുകൾ ഈ സിനിമയിൽ നമുക്ക് കഥയുടെ ഒഴുക്കിനെ ഒരിക്കലും മുഴച്ചു നിന്നിട്ടില്ല. നമുക്കതൊരു സമയം കൊല്ലിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ജസ്റ്റിൻ അടക്കമുള്ള സംഗീത സംവിധായകരോടൊരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ പറയാനുള്ളത്, പാട്ടുകൾ എപ്പോഴും സിനിമാ പാട്ടുകൾ, ഓരോ സിനിമയിൽ ഇറങ്ങുന്നത് സിനിമാ പാട്ടുകൾ നോക്കിയിരിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. പ്രധാനമായും ഗാനമേളക്കാർ. അവർക്കൊരു പാട്ട് കിട്ടുക, ആ പാട്ട് ഏറ്റുപാടുക, അതിലൂടെ സത്യം പറഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗമാണ്.
കാരണം സിനിമയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് പാട്ട് രൂപപ്പെടുന്നത് എന്നിരിക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും, ഉദാഹരണത്തിന് ഇതിനകത്ത് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നുള്ള പഴമൊഴി ഉപയോഗിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിട്ട് തരും ടൈറ്റിൽ സോങ് ആയിട്ട് കൂടി വേണമെങ്കിൽ അതൊരു ഫാസ്റ്റ് നമ്പർ പാട്ടായിട്ട് ഒരു ആളുകൾ ഏറ്റുപാടുന്ന അല്ലെങ്കിൽ ഗാനമേളക്കാർ പാടുന്ന വിധത്തിൽ ആ പാട്ടിനെ രൂപപ്പെടുത്തിയെടുക്കാമായിരുന്നു. അങ്ങനെ ഒരു പാട്ട് ഗാനമേളക്കാർക്ക് അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി കൊടുക്കാമായിരുന്നു. അതൊക്കെ പോലും സാഹചര്യം ഉണ്ടായിട്ടും, എല്ലാ സിനിമയ്ക്കും അത് കഴിഞ്ഞെന്ന് വരത്തില്ല, പക്ഷേ ഇതിൽ സാഹചര്യം ഉണ്ടായിട്ടും ആ പാട്ടും ന്യൂജൻ ഗണത്തിൽ ശ്വാസം വലിച്ചു വിടുന്ന രീതിയിലുള്ള പാട്ടാക്കി മാറ്റിയതിൽ ഒരു സങ്കടമുണ്ട് പ്രിയപ്പെട്ട സംഗീത സംവിധായക. അടൂർ കടമ്പനാടുകാരനായ കടമ്പനാടൻ എന്നറിയപ്പെടുന്ന പ്രസാദ് എന്നൊരു നടൻ ഈ സിനിമയിലുണ്ട്. പ്രസാദിനെ കുറിച്ച് പറയുമ്പോൾ ഒട്ടേറെ അഭിനയമോഹവുമായി വളരെ കുട്ടിക്കാലം മുതൽ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും തൻ്റെ പ്രാരാബ്ധങ്ങൾ കുടുംബം ജീവിതത്തിനൊക്കെ ഇടയിലൂടെ അതിനുവേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. അത് ഷോർട്ട് ഫിലിം, റീലുകൾ, വെബ് സീരീസ്, അങ്ങനെ ചെറിയ ചെറിയ സിനിമകളിൽ വേഷം ചെയ്തു. ഒതളങ്ങത്തുരുത്ത് എന്ന വെബ് സീരീസിലൂടെയാണ് ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതിൽ സംവിധായകൻ പ്രസാദിനോടൊരു നീതി കാണിച്ചിരിക്കുന്നു. മുഴുനീള കഥാപാത്രം ഒരു നടൻ എന്ന നിലയിൽ പ്രസാദിൻ്റെ ചില മൂമെൻറ്റുകൾ, ചില ഭാവങ്ങൾ ഒക്കെ നമുക്ക് കാണുമ്പോൾ ഈ മലയാള സിനിമയിൽ മൺമറഞ്ഞു പോയ ചില ആളുകളുടെയൊക്കെ ഒഴിവുകൾ, അത് നേരത്തെ നമ്മുടെ സജിൻ ഗോപുവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രസാദിനും അത്തരത്തിലുള്ള ഒരു അവസരം, ഒരു മലയാള സിനിമയുടെ ഒരു സാന്നിധ്യമായി നാളുകളിൽ നിലനിൽക്കത്തക്ക തരത്തിൽ പ്രസാദിനെ മാറ്റുന്ന വിധത്തിലൊരു കഥാപാത്രം സംവിധായകൻ ശ്രീ പ്രസാദിന് വേണ്ടി മാറ്റിവെച്ചു. പ്രസാദ് അത് നന്നായി കൈകാര്യം ചെയ്തിരിക്കുന്നു. പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെ നോക്കിക്കണ്ട് രൂപപ്പെടുത്തിയ ഒരു കഥ, ഒരു നോവൽ, അത് സിനിമയാക്കപ്പെടുമ്പോൾ അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും, കുട്ടികൾ, കുടുംബിനികൾ, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആസ്വദിക്കത്തക്ക വിധം സംവിധായകനും കഥാകൃത്തും അഭിനേതാക്കളും എല്ലാവരുടെയും കൂടെ കൂട്ടായ അധ്വാനത്തിൽ ഒരു നല്ല കലാസൃഷ്ടിയായി, ഒരു നല്ല സിനിമയായി നമുക്ക് എന്നും ഓർമ്മിക്കാൻ തക്ക വിധത്തിൽ പൊന്മാനെ അതിൻ്റെ അണിയറ ശില്പികൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും ഈ കലാകാരന്മാർക്കൊപ്പമുണ്ടാകണം. ഒരു സംവിധായകൻ്റെ ആദ്യ സംരംഭം എന്ന നിലയിൽ പ്രത്യേകിച്ചും